തുടങ്ങാനും എല്ലാവരും ഓരോ സ്പേസിൽ നിർത്തണമോ? യോഗാധ്യക്ഷൻ പൗരസമിതിയുടെ പ്രസിഡന്റ് ശ്രീ രാജു പാറയ്ക്കൽ, മുനിസിപ്പൽ കൗൺസിലെ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും നമസ്കാരം. സ്വാഗതം പങ്കെടുക്കുന്ന വ്യക്തികളുടെ സമയം 3 മിനിറ്റാണ്. അതുകൊണ്ടാണ് പേരുകളിലേക്ക് ഞാൻ കടക്കാതിരുന്നത്. നമുക്ക് സമയം വൈകിട്ടുണ്ട്. അവിടെ ഞാൻ എന്റെ മധ്യത്തിലേക്ക് കിടക്കുകയാണ്. ആമുഖത്തിൽ ശ്രീ നൈജോ സൂചിപ്പിച്ചു, ഒരു 50 വർഷത്തെ വികസന സ്വപ്നങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു 50 വർഷം കഴിയുമ്പോൾ അങ്കമാലി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നതിനുള്ള ചർച്ചയ്ക്ക് തുടക്കമിടുകയാണെന്ന് നമ്മൾ അതിനോടൊപ്പം തന്നെ അങ്കമാലിയെ നയിക്കുന്ന അങ്കമാലിയുടെ നഗരസഭയിലെ കൗൺസിലേഴ്സിന് ഒരു അഭിനന്ദനങ്ങളും സ്വീകരണവും സംഘടിപ്പിക്കുക എന്നതുകൂടിയാണ് ഇന്നത്തെ ചടങ്ങിന്റെ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ അങ്കമാലിയുടെ വികസന സ്വപ്നങ്ങൾ എന്ന ആപ്തവാക്യവുമായാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അങ്കമാലി മുനിസിപ്പാലിറ്റിയായി ഉയർത്തിയിട്ട് ഏതാണ്ട് 45 വർഷങ്ങൾ പിന്നിടുകയാണ്. 45 വർഷങ്ങൾക്ക് മുമ്പുള്ള അങ്കമാലിയും ഇന്നത്തെ അങ്കമാലിയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒത്തിരി മാറ്റങ്ങൾ അങ്കമാലിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഒരു മെട്രോ നഗരമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അങ്കമാലി പട്ടണം, എന്നാൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാല് നമുക്ക് കാര്യമായിട്ടൊന്നും ഉയർത്തിക്കാട്ടുവാനായിട്ടില്ല. മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികള്, പൗരസമിതിയുടെ ഭാരവാഹികള്, ഏറെപ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയൽപ്പം വൈകിപ്പോയി. മറ്റൊരു സെന്റ് ആന്റണീസ് സ്കൂളിലെ ജൂബിലി ആഘോഷ പരിപാടികളായിരുന്നു. വിവിധമായ ഒരു ചടങ്ങായിരുന്നു. അതാണ് എത്തിച്ചേരാനായിട്ട് അല്പം വൈകി. എന്തായാലും അങ്കമാലിയുടെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനായി ഇത്തരത്തിലൊരു വേദി തയ്യാറാക്കുകയാണ്. അങ്കമാലി മുനിസിപ്പൽ പൗരസമിതിയുടെ നേതാക്കളെ, ഭാരവാഹികളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്ക് അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം വരും നാളുകൾ ഒത്തിരിയേറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം, കൊച്ചി വിമാനത്താവളം വന്നതോടുകൂടി അങ്കമാലിക്ക് ഉണ്ടായ സമീപപ്രദേശങ്ങളിലുണ്ടായ ഒരു മാറ്റം എന്നുള്ളത് വളരെ വലുതാണ്. അത് ഇനി മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ സാധ്യതകൾ അല്ലെങ്കിൽ വളർച്ച കൈവരിക്കുവാനായിട്ട് നമ്മുടെ നാടിന് ഇനിയും കഴിയും എന്നുള്ളതാണ്. ഇപ്പോ കൊച്ചിയുടെ ഒരു കവാടമാണ് അങ്കമാലി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്കമാലി കൊച്ചി നഗരം വികസിക്കുന്നത്, ഇനി കൊച്ചി നഗരം ഓൾറെഡി സാച്ചുറേറ്റഡ് ആയി. അപ്പോ ഇനി നഗരത്തിന്റെ വികസനം അല്ലെങ്കിൽ കൊച്ചിയുടെ വികസനം എന്നുള്ളത് കൂടുതലായി വരുന്നത് അതിന്റെ കിഴക്കൻ മേഖലകളിലേക്കാണ് വരുന്നത്. കാക്കനാട് ഒരു പരിധിവരെയൊക്കെ വികസനം അതിന്റെ പാരമ്യത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കൂടുതൽ സാധ്യതകൾ കിടക്കുന്നത് ഈ കിഴക്കൻ മേഖലകളിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമീപ പ്രദേശങ്ങളിൽ വരുന്ന കുറേയധികം പദ്ധതികൾ, അതിന്റെ ഒന്നാമത്തേത് നമുക്കറിയാം കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷനാണ്. കൊച്ചി മെട്രോയുടെ 3rd ഫേസ് അത് വിമാനത്താവളവും അതുപോലെ തന്നെ അങ്കമാലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് അതിന്റെ DPR ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
നമുക്ക് കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഒരു എയ്റോ സിറ്റിയാണ്. നമുക്കറിയാം, ഡൽഹിയിലൊക്കെ പോയി ഡൽഹി എയ്റോ സിറ്റിയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ എയ്റോ സിറ്റിയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സമാനമായ രീതിയിലുള്ള ഒരു എയ്റോ സിറ്റി സിയാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്ലാൻ ചെയ്യുകയും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു IT ഹബും ആയി അതിനെ മാറ്റുവാനായിട്ടാണ് സിയാല് അത് വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത നമുക്കൊരു പക്ഷേ വിമാനത്താവളം വന്നപ്പോൾ നമ്മുടെ നാടിനുണ്ടായതുപോലുള്ള ഒരു മാറ്റം വരേണ്ടുന്ന ഒരു പദ്ധതിയാണ്. അല്പം നീണ്ടുപോയെങ്കിലും നമ്മുടെ ഗിഫ്റ്റ് സിറ്റി പദ്ധതി, അത് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അനുമതി ലഭ്യമായി ഗിഫ്റ്റ് സിറ്റി യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്കമാലിക്ക് അത് കൊണ്ടുവരുന്ന മാറ്റം വളരെ വലുതായിരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ തിക്കൽ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് അങ്കമാലി. ഇത് അങ്കമാലി മാത്രമല്ല, നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്താൽ അങ്കമാലി, ആലുവ, കളമശ്ശേരി, അതുപോലെ എടപ്പള്ളി, അവിടുന്ന് അങ്ങ് കുണ്ടന്നൂർ വരെയുള്ള ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗതാഗത പ്രശ്നം നമ്മളെല്ലാവരും ദൈനംദിനം ഒന്നുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പരിഹാരം നമുക്ക് അങ്കമാലി ബൈപ്പാസും അതുപോലെ തന്നെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസും ഇത് രണ്ടും യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ എറണാകുളത്തിന്റെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ അങ്കമാലിയുടെയും എറണാകുളത്തിന്റെ പൊതുവായ ഈ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ട് വിഭാവനം ചെയ്യുന്ന മറ്റൊരു പദ്ധതി, ഇപ്പൊ നമുക്കറിയാം ദേശീയപാത മംഗലാപുരം നിന്ന് വരുന്ന പുതിയ ദേശീയപാത കടന്നു പോകുന്ന കൊടുങ്ങല്ലൂരിൽ നിന്നും നമ്മുടെ ഈ തൃശ്ശൂർ മണ്ണുത്തി നമ്മുടെ എടപ്പള്ളി ഹൈവേയുമായി ബന്ധിപ്പിക്കാൻ പുതിയൊരു പദ്ധതിയാണ് കൊടുങ്ങല്ലൂർ അങ്കമാലി ബൈപ്പാസ് എന്ന രീതിയിൽ പുതിയൊരു ഈ രണ്ട് ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി സെൻട്രൽ ഗവൺമെന്റിന്റെ ആലോചനയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇതിന്റെ ആലോചന നടക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്ലാനിങ് സ്റ്റേജിലും തുടക്കത്തിലുമൊക്കെ ആയിട്ടുള്ള പല പദ്ധതികളുമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരം പദ്ധതികളൊക്കെ വരുന്ന ആളുകളിൽ അങ്കമാലിയുടെ പ്രാധാന്യം വളരെയധികമായിട്ട് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ അങ്കമാലിയുടെ മുഖച്ഛായ ഇനിയും ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ നിന്നും വലിയ തോതിലുള്ള ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതുപോലുള്ള പദ്ധതികൾ ഒക്കെ നമുക്ക് ഇത്രയും വേഗം പല തടസ്സങ്ങളുണ്ട്, കാലതാമസങ്ങളുണ്ട്, നമുക്ക് ഫണ്ട് ലഭ്യമാകുന്നതിനുള്ള പരിമിതികളുണ്ട്, ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ഭാവിയിൽ നമുക്ക് ആവശ്യം നടത്തിയെടുക്കേണ്ടതായിട്ടുള്ള വരേണ്ടതായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം പദ്ധതികളൊക്കെ നടത്തിയെടുത്താൽ നമുക്ക് നമ്മുടെ നാടിന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർപേഴ്സണും ഒക്കെ സംസാരിക്കും. കുറേയേറെ കാര്യങ്ങൾ അങ്കമാലി നഗരസഭ അവരുടെ ബഡ്ജറ്റിലും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കായ പദ്ധതികളുമൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമം ആവശ്യമായിട്ടുണ്ട്. അതിന് ഇതുപോലുള്ള കൂട്ടായ്മകൾ, ഇതുപോലുള്ള ചർച്ചകൾ കൂടുതൽ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത അങ്കമാലി മുനിസിപ്പൽ പൗരസമിതിയുടെ മുഴുവൻ ഭാരവാഹികളെയും എത്തിച്ചേർന്നങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അതോടൊപ്പം ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന മുഴുവൻ ജനപ്രതിനിധികളും നമ്മുടെ അങ്കമാലി നഗരസഭയെ അടുത്ത 5 വർഷക്കാലം മുന്നോട്ട് നയിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നമ്മുടെ ചെയർപേഴ്സണും അതുപോലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും മറ്റ് കൗൺസിലർമാരും ഒക്കെ ഇവിടെ ഉണ്ട്. കുറച്ചുപേര് വന്നിട്ട് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അടുത്ത 5 വർഷക്കാലം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ്. വളരെ പരിചയസമ്പത്തുള്ള അനുഭവസമ്പത്തുള്ള ജനപ്രതിനിധികളാണ്, പുതുമുഖങ്ങളുണ്ട്. എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. മർച്ചന്റ് അസോസിയേഷൻ പോലുള്ള സംഘടനകളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ഏത് പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന സംഘടനകളാണ്. അപ്പൊ അങ്ങനെ അങ്കമാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.